എന്തൊക്കെ ചെയ്ത സ്വപ്നങ്ങളൊക്കെ ഞങ്ങൾ കണ്ട് ഞങ്ങൾക്കൊരു കുഞ്ഞിന് വേണ്ടിക്ക. സങ്കടപ്പെടില്ലിക്ക, കരയില്ല, എല്ലാവരും സഹിക്കുക. ആരും ഇല്ലാതെ തന്നെ പൊന്നുപോലെ നിങ്ങൾ നോക്കണില്ലേ? ശരി, എന്നും എല്ലാവർക്കും വേണ്ടി, എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി നമ്മൾ സുബഹി നമസ്കാരത്തിന് ശേഷം ദുആ ചെയ്യാറുണ്ട്. ആരുടെ മുമ്പിലും കൈ നീട്ടേണ്ട ഒരു അവസ്ഥ വരുത്തല്ലേ അല്ലാഹ്. എനിക്കങ്ങനൊരു അവസ്ഥ വരുന്നത് ഞാൻ വിചാരിച്ചിട്ടില്ല. എന്തൊരു ദുരന്തമാണ് വന്നു ചേർന്നത് റബ്ബേ. മോളെ മിസ്രി, ഞാൻ കാരണം നിന്റെ ജീവിതം വഴിയാധാരമാവുമെന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. അങ്ങനൊന്നും ഉണ്ടാവില്ലക്ക. എൻ്റെ കാക്കൊന്നും സംഭവിക്കും. എൻ്റെ ഇങ്ങനെ കരയില്ല. മരിക്കുന്നതിൽ എനിക്ക് ഭയമില്ല. ജീവിതം ഉണ്ടായാൽ മരണം എന്തായാലും ഉറപ്പാണ്. പക്ഷേ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇവള് ഒറ്റപ്പെട്ടു. സങ്കടപ്പെടല്ല, നിങ്ങൾ കരയല്ലേ? എന്തിനാ നിങ്ങൾ കരയണേ? എന്തിനാ കരയണേ? ഒന്നും ഉണ്ടാവില്ല. നിങ്ങളെല്ലാവരും സഹായിക്കും. നിങ്ങളെ ഈ കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും ഉത്തരം ലഭിക്കും. എല്ലാവരും സഹായിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും കേട്ടോ. സങ്കടപ്പെടാതിരിക്കുക. ഇതൊരു പരീക്ഷണമാണെന്ന് മാത്രം കരുതുക. എന്തായാലും ജീവിതത്തിലേക്ക് തിരിച്ചു വരും. എനിക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം ജീവിതത്തിലേക്ക്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് കുടുംബങ്ങൾക്ക് പ്രാർത്ഥനയോടുകൂടി കാവലിരുന്ന ഒരു മനുഷ്യനാ നമ്മുടെ മുന്നിൽ വന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നത്, എന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി നിങ്ങളുടെ ഒരു സഹായം നൽകാൻ സാധിക്കുമെന്ന് ചോദിച്ചു. ഈ പ്രിയപ്പെട്ട ഉസ്താദ് പറഞ്ഞൊരു വാക്ക് കേട്ടോ, എനിക്ക് മരിക്കുന്നതിൽ ഭയമുണ്ടായിട്ടില്ല. ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ മിസ്രി, ഈ ഉസ്താദിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആരാരുമില്ലാതെ റോഡിലാകുന്ന അവസ്ഥയിലേക്ക് എത്തും. അത് ഓർക്കുമ്പോഴും മാത്രമാണ് എന്റെ ചങ്ക് പെട്ടയുന്നത്. എന്നെ ഒന്ന് സഹായിക്കണം, എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം, എന്നെ കൈവിടല്ലേ എന്ന് പറഞ്ഞ് ഒരുപാട് മക്കൾക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുത്ത, ഒരുപാട് കുടുംബങ്ങൾക്ക് പ്രാർത്ഥനയോടുകൂടി കാവലിരുന്ന, ഒരുപാട് പള്ളി മദ്രസകളിൽ ജോലി ചെയ്ത ഈ ഉസ്താദിന്റെ സങ്കടം, ഈ ഉസ്താദിന്റെ വേദന, ഈ ഉസ്താദിന്റെ കണ്ണുനീര് നിങ്ങൾ ആരും കാണാതെ പോകല്ലേ പ്രിയപ്പെട്ടവരെ. പറ്റുന്ന സഹായങ്ങൾ ചെയ്ത് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് പരമാവധി സഹായം ലഭിക്കാൻ ഒരു സാധ്യത ഉണ്ടാക്കി തരണം. അവസാന പ്രതീക്ഷയോടുകൂടി ഗതികേട് കൊണ്ടാണ് നമ്മുടെ മുന്നിലേക്ക് വന്ന് കൈനീട്ടുന്നത്. നമ്മുടെ ജീവിതം തുടങ്ങിയിട്ടല്ലോ, അപ്പോൾ തന്നെയല്ലേ ഈ അവസ്ഥ നമ്മുടെ മുമ്പൊക്കെ കടന്നു വന്നത്. എന്നും സുബഹി നമസ്കാരം കഴിഞ്ഞ് അള്ളാഹുവിന്റെ മുന്നിൽ ദുആ ചെയ്യുന്ന സമയത്ത് ഒരു കുടുംബവും കൈനീട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു അവസ്ഥ, ഇങ്ങനൊരു ഗതികേട് വന്നു ചേരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഈ ഒരു അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിക്കണമെങ്കിൽ, എന്റെ ജീവൻ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളെല്ലാവരുടെയും സഹായം കൂടിയേ തീരൂ. ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്ത് ജീവൻ നിലനിർത്തി മുന്നോട്ട് പോകുന്ന ഈ ഉസ്താദിന്റെ ജീവൻ രക്ഷിക്കാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി സഹായിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. നിങ്ങളുടെ ഈ ഒരു കരഞ്ഞുകൊണ്ടുള്ള ദുആ ഉണ്ടല്ലോ, ആ ദുആ കേൾക്കുമ്പോൾ തന്നെ ആളുകൾ പറ്റുന്ന സഹായങ്ങൾ ചെയ്യും കേട്ടോ. നിങ്ങളുടെ ഈ ഒരു വേദനക്ക് എന്തായാലും ഒരു പരിഹാരം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ജീവിച്ച് കൊതി തീർന്നിട്ടില്ല, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ വേണ്ടേ. ഞങ്ങളുടെ ജീവിതം ആരംഭിച്ച സമയത്താണ് ഇങ്ങനെ ഒരു ദുരന്തം നമ്മുടെ മുൻ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത്. ഈ ഒരു സങ്കടം ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. എനിക്ക് എന്റെ ഇക്കയും എന്റെ ഇക്കയ്ക്ക് ഞാനും. എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. പ്രിയപ്പെട്ടവർ, ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി കോഴിക്കോട്ടേരി എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന അസൈനാർ ഉലൂമി എന്ന് പറയുന്ന ഉസ്താദിന്റെ വളരെ ഗുരുതരമായ സങ്കടകരമായ ഒരു സാഹചര്യം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരു സഹായം അഭ്യർത്ഥിക്കാനാണ് പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഒരു വീഡിയോ മാറ്റി വന്നിട്ടുള്ളത്. വളരെ ഗുരുതര അവസ്ഥയിലാണ്. എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വെച്ചില്ലെങ്കിൽ മരണം പോലും സംഭവിക്കാനുള്ള സാധ്യതയേറെയാണ്. ഓരോ ഭാഗത്തും ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്ത് ജീവൻ നിലനിർത്തി മുന്നോട്ട് പോകുകയായിരുന്നു. പക്ഷേ പല ശരീരത്തിന്റെ ഭാഗങ്ങളിലും ഡയാലിസിസ് ചെയ്യുമ്പോൾ ബ്ലോക്കുകൾ സംഭവിച്ച് ഇനി ഡയാലിസിസ് ദീർഘകാലം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഞങ്ങളൊന്ന് സഹായിക്കണം, ഞങ്ങളൊന്ന് ചേർത്ത് പിടിക്കണം. ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഞങ്ങളെ സഹായിക്കുന്നവർക്ക്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക്, ഞങ്ങളെ പ്രാർത്ഥനയുടെ കൂടെ നിൽക്കുന്നവർക്ക് എന്നും ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവും.
നിങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കണം, നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിക്കണം. ഞങ്ങളെ കൈവിടല്ലേ, എന്നെ മരണത്തിന് വിട്ടുകൊടുക്കല്ലേ, എന്റെ ഭാര്യയ്ക്ക് വേറെ ആരുമില്ല എന്ന് പറഞ്ഞ് വളരെ വേദനയോട് കൂടി നമ്മുടെ മുന്നിലേക്ക് വന്ന ഈ ഒരു സങ്കടം, ഈ ഒരു വേദന നിങ്ങൾ തട്ടിമാറ്റിക്കളയല്ലേ പ്രിയപ്പെട്ടവരെ. അബ്ദുൽ ബലായ എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. സ്വതക്ക ബലാവുകളെ തൊട്ട് തടയുമെന്ന്. എല്ലാവരും എനിക്ക് വേണ്ടി സഹായം ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നന്മകൾ വരുത്തട്ടെ. ഇതുപോലെയുള്ള മാരകാസുഖങ്ങളെ തൊട്ട് എല്ലാവരെയും അള്ളാഹു കാത്ത് സംരക്ഷിക്കട്ടെ. ഈ ഒരു സങ്കടം കണ്ടിട്ടും, ഈ ഒരു വേദന കണ്ടിട്ടും, ഈ ഒരു പ്രയാസം കണ്ടിട്ടും, ഈ രോഗത്തിന്റെ കാഠിന്യം കണ്ടിട്ടും നാം സഹായിക്കാതെ ഈ വീഡിയോ തട്ടിമാറ്റി പോയാല്, പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ഈ ഉസ്താദിന്റെ ചികിത്സ മുടങ്ങി, ഈ ഉസ്താദ് മരണത്തിലേക്ക് പോയാൽ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ നാം എല്ലാവരും തെറ്റുകാരായി മാറും. നിങ്ങളെല്ലാവരും സഹായിക്കണം. ഈ ഉസ്താദിന്റെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും കോൺടാക്ട് നമ്പറും ഒക്കെ ഈ വീഡിയോയിലൂടെ ചേർക്കുന്നുണ്ട്. പരമാവധി സഹായങ്ങൾ നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്കും എല്ലാ കോൺടാക്ട്സുകളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് സഹായം ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാക്കി തരണമെന്ന് പടച്ചോനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു. കോഴിക്കോട്ടിന് മഹലിൽ താമസിക്കുന്ന വിനീതനായ സുഹൃത്ത് ഹസൈനാർ ഉലൂമി, അദ്ദേഹത്തിന്റെ 2 വൃക്കകളും തകരാറിലായി 40 ലക്ഷം റുപ്യ അത്യാവശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ നാട്ടിലെ ഹിദായത്ത് സുബിയാൻ മദ്രസയുടെ പ്രസിഡന്റാണ്. ഞങ്ങളെ മദ്രസയിൽ ഏതാണ്ട് ഒരു 12 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഈ നാട്ടുകാരനുമായ ഹസൈനാർ ഉലൂമിയുടെ അസ്സലാമു വറഹ്മത്തുള്ളാഹി, കോഴിക്കോട്ട് മസ്ജിദ് റഹ്മാൻ മഹല്ല് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ഉസ്മാൻ സഖാഫി, ഹസൈനാർ ഉലൂമി ഉസ്താദിന്റെ ജ്യേഷ്ഠനാണ്. നാം ഇവിടെ ഈ നാട്ടിലെ ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടിയത് ഹസൈനാർ ഉലൂമി എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഒരു സഹോദരൻ മദ്രസ അധ്യാപകന്റെ വൃക്ക മാറ്റിവെക്കൽ ചികിത്സയിലേക്കുള്ള ഫണ്ട് ശേഖരണത്തിലേക്ക് എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം ഇനി നമ്മളുടെ കൈത്താങ്ങല്ലാതെ വേറെ ഒന്നുമില്ല. ഇനിയും ഒരുപാട് കാലം നമ്മോടൊപ്പം ജീവിക്കുന്ന പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗിന്റെ വൈസ് പ്രസിഡന്റാണ്. ഈ മഹല്ലിലെ ജനറൽ സെക്രട്ടറിയുമാണ്. ഞങ്ങളെ പഠിപ്പിച്ച ഹസൈനാർ ഉലൂമി ഉസ്താദിന്റെ എല്ലാവരും പരമാവധി സഹായിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദിന് കിഡ്നി 2 മാറ്റി വെക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ അസുഖം ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്തുള്ള, ഈ കേരളത്തിലുള്ള, ഇന്ത്യയിൽ തന്നെയുള്ള, ലോകത്തിൽ തന്നെയുള്ള മുഴുവൻ ആളുകളും സഹായിക്കണം. 2 കിഡ്നികളും തകരാറിലായി ഉള്ള ഒരു സംഘസമാഹരണത്തിന് വേണ്ടിയാണ് എൻ്റെ സുഹൃത്തും